നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വേനൽ കനത്തതോടെ വരണ്ടുണങ്ങി ഭാരതപ്പുഴ. തടയണയ്ക്ക് താഴെ പുഴ വറ്റുന്നത് പട്ടിത്തറ, ആനക്കര, പരുതൂർ പഞ്ചായത്തുകളിൽപ്പെട്ട നിള തീരമേഖലകളെ വരൾച്ചയിലാക്കുകയാണ്. പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് വാഴയുൾപ്പെടെയുള്ള കൃഷിയിറക്കിയ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലാവുന്നത്. വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചതോടെ പടിഞ്ഞാറൻ ഭാഗം പൂർണ്ണമായി വറ്റിവരണ്ടു. വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന മണൽ ഖനനമാണ് പുഴയെ പ്രധാനമായും നാശത്തിന്റെ വക്കിലെത്തിച്ചത്. പുഴയുടെ തീരങ്ങളിലെ കയ്യേറ്റങ്ങളും പുഴക്കടവ് ഇടിഞ്ഞു തൂരുന്നതും മാലിന്യ നിക്ഷേപവുമെല്ലാം വ്യാപകമായിട്ടും പുഴ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളൊന്നുമാവുന്നില്ല. അശാസ്ത്രീയ മണൽ ഖനനം നശിപ്പിച്ച പുഴയുടെ പല ഭാഗങ്ങളിലും ഇന്ന് വൻ മരങ്ങളും കുറ്റിച്ചെടികളുമാണ്. കൊടുംവെയിലിൽ പൊന്തക്കാടുകൾ കരിഞ്ഞുണങ്ങിയതോടെ പുഴയിൽ തീപിടുത്തങ്ങളും വർദ്ധിച്ചു വരികയാണ്. നിലവിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ, കുട്ടക്കടവ് തടയണ എന്നിവ യാഥാർത്ഥ്യമാകുന്നതോടെ മാത്രമേ വേനലിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിള ജലസമൃദ്ധിയാവുകയുള്ളൂ. CCTV ന്യൂസ്, തൃത്താല. ദേശമംഗലം, പല്ലൂർ, കറ്റുവട്ടൂർ ശിവക്ഷേത്ര പരിസരത്ത് ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ജലജീവൻ മിഷൻ വാട്ടർ ലൈൻ പൈപ്പുകൾ കത്തിനശിച്ചു. രാവിലെ 11 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും മെമ്പർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. എന്നാൽ പിന്നീട് 2 മണിയോടെ തീ വീണ്ടും പടർന്നു പിടിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് വീണ്ടും എത്തി 4 മണിയോടെ തീ അണച്ചു. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന 2 സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 5ന്റെയും 6ന്റെയും അതിർത്തിയാണ്. അപ്പോൾ പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എൻ്റെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് ആണ് ഏകദേശം 11 മണിയോടുകൂടി ഫയറിങ് തീപിടുത്തമുണ്ടായത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ച് പോയതാണ്. പക്ഷേ വീണ്ടും ഒരു 4-5 ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പാണ്. അതുകൊണ്ട് തന്നെ ശേഷം 2 മണിയോടുകൂടി വീണ്ടും തീ പിടിച്ചു. ഇവിടുത്തെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂടി തീ പരമാവധി തീ കെടുത്താൻ കഴിഞ്ഞു. അതിനുശേഷം ഫയർഫോഴ്സ് വീണ്ടും സ്ഥലത്തെത്തി തീ അണച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേശമംഗലം പഞ്ചായത്ത് വാർഡ് 5 കുറ്റുവട്ടൂർ എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ തീപിടുത്തം ഉണ്ടായത്. പുഴയിൽ നിന്നും പടർന്നു പിടിച്ച തീ സമീപപ്രദേശങ്ങളിലേക്കും വീടുകളടുത്തേക്കും വന്നത് ഷൊർണൂരിൽ നിന്നുള്ള അഗ്നിശമന നിലയത്തിൽ നിന്ന് ജീവനക്കാരെത്തി കെടുത്തി. വാട്ടർ അതോറിറ്റി വക ജലജീവൻ മിഷൻ്റെ ഓസ് 3 കത്തി നശിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗത്തേക്ക് തീ വളരാതെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തിരുവേഗപ്പുറ കണ്ടത്ത് പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. വിവിധ കമ്മിറ്റികളുടെ വേലവരവും ഉണ്ടായി. തിരുവേഗപ്പുറ കണ്ടത്ത് പാലക്കാവ് ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് ഗുരുതി, തുടർന്ന് പൂരം പുറപ്പാട് എന്നിവ നടന്നു. തിറ, പൂതംകളി, തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരവും വരവും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് മൈതാനത്ത് 14 മുതൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിന്റെ ആരംഭം. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ സംഗമ കേന്ദ്രമായ ചാലിശ്ശേരിയിൽ താൽക്കാലികമായി ഒരുക്കിയ 7500 പേർക്കിരിക്കാവുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 14-ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ആരവം 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് ചാലിശ്ശേരി മാർബിൾ ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമാണ് നേതൃത്വം നൽകുന്നത്.
വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി എന്നിവർ പറഞ്ഞു. ജിംഖാന തൃശൂർ, KFC കാളിക്കാവ്, മെഡിഗാസ് അരീക്കോട്, ബോയ്സ് പെരുമ്പാവൂർ, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടങ്ങിയ 24 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ നടന്ന പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. കാറോളി കുടുംബസംഗമത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ഞാങ്ങാട്ടിരിയിലെ പരമ്പരാഗത കാർഷിക കുടുംബമായ കറോളി തറവാടിന്റെ കുടുംബസംഗമത്തോടനുബന്ധിച്ചാണ് കാർഷിക പാരമ്പര്യത്തിന്റെ അറ്റുപോയ കണ്ണികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. പഴയകാല കാർഷിക ഉപകരണങ്ങളായ നരി, നുകം, ഈർച്ചമരം, വേത്തി, മുടിങ്കോൽ, പാളത്തൊപ്പി തുടങ്ങി നിരവധി ഉപകരണങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു. പഴയകാല ഗൃഹോപകരണങ്ങളും പ്രദർശനത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. കറോളി അനന്തനെഴുത്തച്ഛൻ, ലക്ഷ്മിക്കുട്ടി ദമ്പതികളുടെ താഴ്വഴിയിലെ മക്കളും മരുമക്കളുമായ കുടുംബാംഗങ്ങളാണ് ഒത്തുകൂടിയത്. കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗമായ കറോളി കുട്ടനെഴുത്തച്ഛനും കൊച്ചുനാരായണിയും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. 10 പഴക്കമുള്ള തറവാട്ടുമുറ്റത്താണ് 100ഓളം കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നത്. തറവാട്ടിന്റെ പത്തായപ്പുരയിലും മുറ്റത്തുമായാണ് കാർഷിക പ്രദർശനം ഒരുക്കിയത്. പ്രദർശനപ്പുര എന്ന പേരിട്ട മുറ്റത്ത് ചാണകം മെഴുകി അരിമാവ് കൊണ്ടണിയിച്ചാണ് പഴയകാല ജീവിതത്തിന്റെ അടയാളങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. 1985 കൈപ്പടിയിൽ എഴുതിയ ആധാരം ഉൾപ്പെടെ കുടുംബ സൂക്ഷിപ്പുകളിലെ പുരാതന രേഖകൾ, ഇളക്കത്താലി, വേപ്പിലുഷ, ഉലുവമാല തുടങ്ങിയ പഴയകാല ആഭരണങ്ങൾ, കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്നതിന്റെ ചിത്രങ്ങൾ, ആദ്യകാലങ്ങളിലെ പോസ്റ്റ് കാർഡിൽ എഴുതിയ കല്യാണക്കത്തുകൾ, കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിൽ നിന്നെടുത്ത പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബചിത്രങ്ങൾ തുടങ്ങി കുടുംബത്തിലെ പുതുതലമുറയിലുള്ളവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ ചേർന്നെഴുതിയ വെബ് മാഗസിന്റെ പ്രകാശനം മുതിർന്ന അംഗം കൊച്ചുനാരായണി QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പ്രകാശനം ചെയ്തു. പ്രത്യേക സംഗീത പരിപാടി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. കലാകാരന്മാർക്കായി പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ വിഷു സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സിന്റെ സഹകരണത്തോടെ പാലക്കാട് സംഘകലാവേദിയിലെ കലാകാരന്മാർക്ക് വിഷു സമൃദ്ധി പദ്ധതിയിലൂടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പട്ടാമ്പി ലയൺസ് ഭവനിൽ വെച്ച് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ മെൽവിൻ ജോൺ സംഘങ്ങളായ സദാശിവൻ M, സിന്ധു ശിവൻ എന്നിവർ നിർവഹിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു KB, ട്രഷറർ മുഹമ്മദ് ബഷീർ KP, പാലക്കാട് സംഘകലാവേദി ഭാരവാഹികളായ ഷൊർണൂർ രവി, കണ്ണൻ വിശ്വമിത്ര, ശ്രീവത്സൻ വള്ളൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വാഹനമിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പൈങ്കുളം എഴുത്തച്ഛൻ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന തോണ്ടിൽപ്പടി വീട്ടിൽ ചക്കായിയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. സമീപത്തുള്ള ചായക്കടയിലേക്ക് പാലുമായി വരികയായിരുന്ന ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷ ഇടിച്ചു വീഴ്ത്തുകയും തുടർന്ന് നിർത്താതെ പോവുകയുമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ലീല ഭാര്യയും ലീന മകളുമാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.